ഹായ്, ഞാനിന്നേ ഒരാളെ കാണാൻ വേണ്ടി വന്നേക്കുന്നു. ആളെ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയം ഉണ്ടാകും. നമ്മുടെ പറൂര് ട്രാഫിക്കിൽ മാത്രം കണ്ടുവരുന്ന ഒരു സാറ് വീട്ടിൽ ചില കലാപരിപാടികൾ ചെയ്യുന്നുണ്ട്. അതൊന്ന് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. ദേ സാറ് ഇവിടെ തന്നെ നിൽക്കുന്നുണ്ട്. കണ്ടുപരിചയം ഉണ്ടാന്ന് നോക്കിയേ. നമസ്കാരം. അപ്പൊ ട്രാഫിക്കില് കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് തകർത്ത് നമ്മുടെ ട്രാഫിക് ബ്ലോക്ക് ഒക്കെ ക്ലിയർ ആക്കണ സാറിന്റെ വീട്ടിലെ കാഴ്ചകളും കൂടി ഒന്ന് കാണാൻ വേണ്ടി വന്ന സന്തോഷം. ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ എല്ലാവരും. തോമസ് സാറിനോട് ഭവ്യത തോന്നുന്ന രീതിക്കാണ് ഓരോ പുഷ്പങ്ങള് അലങ്കരിച്ച് വെച്ചേക്കണേട്ട. വീട്ടിൽ നിറച്ച്, വീട്ടിൽ മാത്രല്ല റോട്ടിലും പരിസരങ്ങളിലും എല്ലാം പുള്ളി ചെടികളും കൊണ്ട് ഒരു മായാലോകം തീർത്തേക്ക്. ഈ ചെടിയുടെ ഇപ്പൊ ഈ സമയത്ത് ഒരു കൊമ്പ് ഒടിഞ്ഞു പോണത് ഒരു മനസ്സിന് ഭയങ്കര വിഷമം തട്ടുന്ന കാര്യമാണ്. കഴിഞ്ഞ ദിവസം ഇവിടെ പറമ്പിൽ പണിക്ക് വന്ന JCB കാരൻ പയ്യന്റെ കയ്യിൽ നിന്ന് അബദ്ധവശാല് ഒരു ചട്ടി വീണ് പൊട്ടിപ്പോയി. എനിക്ക് ആകെ മനസ്സിന് വിഷമമായി. കാരണം നമ്മള് അതിനെ നട്ട് അതിന് വളം കൊടുത്ത് വലുതാക്കി അതിന് പൂക്കൾ വരുമ്പോ നമുക്ക് ഉണ്ടാവുന്ന ഒരു സന്തോഷം അത് നഷ്ടപ്പെട്ടു പോകുമ്പോ സത്യത്തിലൊരു വിഷമമാണത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആശയത്തിലോട്ട് വന്നത്? അതിനൊക്കെ സമയം നമ്മള് കണ്ടെത്തേണ്. 4 മണിക്ക് എഴുന്നേക്കും ഞാൻ. 4 മണിക്ക് എഴുന്നേറ്റ് ഒരു 5:30-5:45 വരെയും ഈ ചെടി നമ്മുടെ ഈ പഞ്ചായത്ത് റോഡ് മൊത്തം അടിച്ച് ക്ലീൻ ആക്കും. അതിനുശേഷം ചെടിയൊക്കെ കട്ടുണ്ട്, അതൊക്കെ നനക്കും. 6:15 പള്ളിയിൽ പോകും. അത് കഴിഞ്ഞ് പള്ളിയിൽ വന്നു കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഡ്യൂട്ടിക്ക് പോകും. പക്ഷെ നമ്മളിത് നമുക്കേ മൊത്തത്തിലൊരു പോസിറ്റീവ് എനർജിയാണ് നമുക്ക് ഇവിടെ വരുമ്പോൾ. എല്ലാ ആൾക്കാരും എല്ലാവരും നാട്ടുകാരും പറയാറുണ്ട് ഇവിടെ വരുമ്പോൾ പ്രത്യേക ഒരു വൈബാണ് നമുക്ക് എല്ലാവരും. അതുകൊണ്ട് നമ്മളെപ്പോഴും സമയം നമുക്ക് ഇതിന്റെ മുകളിൽ ചെലവഴിക്കാൻ ഭയങ്കര സന്തോഷമാണ്. ഈ ചെടികളായിട്ട് സംസാരിച്ച് അത് കാണുമ്പോൾ ഉള്ള മനസ്സിന് ഒരു പോസിറ്റീവ് എനർജി കാര്യങ്ങൾ. കട്ടിങ്ങിന്റെ സീസൺ ആകുമ്പോൾ കണ്ടമാനം പേര് എൻ്റെ അടുത്ത് നേരത്തെ പറഞ്ഞു വെക്കും ഇതിന്റെ കമ്പുകൾ വേണമെന്ന്. അപ്പൊ ആ സമയത്ത് കണ്ടമാനം പേര് വന്ന് കമ്പുകൾ കൊണ്ട് പോവും. അവര് നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇപ്പൊ എന്റെ അടുത്ത് ആരെങ്കിലും ചെടി ചോദിച്ചാൽ ഞാൻ തരൂല്ല എന്ന് പറയൂല, ഞാൻ കൊടുക്കും. കാരണം നമ്മളെ പോലെ തന്നെ അവരുടെ വീടും ഭംഗിയുള്ളത്, അവരുടെ മുറ്റവും അവരുടെ മനസ്സും അപ്പൊ ഒരു പോസിറ്റീവ് എനർജിയിലേക്ക് പോകും. അതാണ് അതിന്റെ. എല്ലാവരും ഇതേപോലെ 1 മണിക്കൂറൊക്കെ നമ്മുടെ ഈ ചെടി നടലും നനക്കലൊക്കെ ആയിട്ട് കൂടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേരളം കംപ്ലീറ്റ് ഒരു ഗോഡ്സ് ഓൺ കൺട്രി എന്ന് തന്നെ വിളിക്കാം. അത്ര ഭംഗിയായിട്ടാണ് ചെയ്തു വെച്ചേക്കണേ കേട്ടോ. ഇത് കണ്ടപ്പോ എനിക്കും വീട്ടിലേക്ക് ഇങ്ങനെ ഓരോന്ന് ചെയ്യാനായിട്ട് തോന്നുന്നുണ്ട്. അതെ, ഇതേ നമുക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് പൊതുവെ പറയാറുണ്ട് വീടും പരിസരവും എപ്പോഴും ശുചിയായി സൂക്ഷിക്കണമെന്ന്, നമുക്കൊരു ശുചിത്വം വേണമെന്ന്. പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ വീടിന്റെ ചുറ്റുപാടും മാത്രമല്ല, നമ്മുടെ വീടിന്റെ പരിസരം എന്ന് വെച്ചാൽ നമ്മുടെ വീടിന്റെ മുമ്പിലുള്ള റോഡും ആ വഴികളും മൊത്തത്തിൽ നമ്മൾ ക്ലീൻ ആക്കിയിട്ട് ഇങ്ങനെ അലങ്കരിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ ഒരു പ്രത്യേക ഒരു എനർജി ആയിരിക്കും അതിനകത്ത് വരുന്നത്. തോമസ് സാർ ഈ ട്രാഫിക്കിൽ നിന്നും കൊണ്ട് വളരെ ആക്റ്റീവായിട്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട് ഇതിനുള്ള എനർജിയൊക്കെ എവിടെ നിന്നാ കിട്ടണേന്ന്. ഇപ്പോഴല്ലേ കാര്യം മനസ്സിലായത്. അപ്പൊ എല്ലാരും ഷെയർ ചെയ്തിട്ടോ. ആർക്കെങ്കിലും ഇത് കണ്ടിട്ട് ഒന്ന് ഇൻസ്പയർഡ് ആവാൻ തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീടിൻ നാടൊക്കെ ഒരു പൂങ്കാനായി മാറും.